കർക്കിടകത്തിൽ നമ്മളിപ്പോൾ കഴിക്കേണ്ട ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ധാന്യങ്ങൾ ഇപ്പോൾ അരി ഗോതമ്പ് ഇതൊക്കെയാണ് പഴയ കാലത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കർക്കിടകത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ചിട്ട് നമ്മൾ ദേഹം അനങ്ങിയിട്ടുള്ള ജോലികളൊക്കെ കുറവാണ്. അത് ഇതൊക്കെ ഇലക്ട്രോണിക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അരയ്ക്കാനായാലും അലക്കാനായാലും എല്ലാത്തിനും നമ്മൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഒക്കെ മെഷീനുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ പൊണ്ണത്തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അരിയും ഗോതമ്പും കുറച്ചിട്ട് ഈ മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുള്ള ഒരു ആഹാരക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തീന, ചാമ തുടങ്ങിയിട്ടുള്ള ഈ കുതിരവാലി, വരക് ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ, പേൾ മില്ലറ്റ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കണം. അരിയും ഗോതമ്പും ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നില്ല, അതും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ കടല, പയറ്, പരിപ്പ് ഇതൊക്കെ നമുക്ക് കർക്കിടകത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മുതിര ഇതൊക്കെ കർക്കിടകത്തിൽ ഉപയോഗിക്കാവുന്ന ഇതുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാന്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രമേഹം തുടങ്ങിയിട്ടുള്ള അമിതവണ്ണമുള്ളവരൊക്കെ ഈ ചെറുധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.